കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. അരകാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥ സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു പുതിയ ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി അപ്പച്ച, നന്ദി അപ്പ, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പകല ദാനമായിട്ടൊന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരാൻ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടപ്പാ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്ന് ഇന്നുവരെയും ഞങ്ങളെ സഹായിച്ച് മാനിച്ച് നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി. തുടർന്നും ഞങ്ങളെ സഹായിപ്പാൻ അവിടുന്ന് സർവ്വശക്തനാ നല്ല പിതാവാ. അടിയങ്ങളോട് കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കൊച്ചു തലമുറകളെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, അയൽ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാം എൻ്റെ കർത്താപ്പച്ചനെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ സമയം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. ആരോഗ്യമേലും ആയുസ് നൽകണേ. എല്ലാ സൗഖ്യത്തിലും സൂക്ഷിക്കണമേ. പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. പഠനത്തെ മാനിക്കണമേ കർത്താവ്. ജയകരമായി അവരെ നടത്തണമേ. പരീക്ഷകളിലെല്ലാം കൂടെ ഇരിക്കണമേ കർത്താവ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവ്. OETക്കും IELTSനും പഠിക്കുന്ന മക്കൾ കർത്താവ്. ജർമ്മൻ പഠിക്കുന്ന മക്കളപ്പ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഫോർമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, ഞങ്ങൾ അവരെ തിരുമുൻപാകെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിഞ്ഞവരെ സഹായിക്കണേ. ആഗ്രഹങ്ങളെ മാനിക്കണമേ. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ ദൈവം അവരുടെ തടസ്സങ്ങൾ, മുടക്കങ്ങൾ മാറ്റി സകല വഴിയും വാതിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറന്നു കൊടുത്ത് അവരെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. ആരോഗ്യത്തിനും സമാധാനത്തിലും അവരെ സൂക്ഷിക്കണമേ. ഏറി പ്രതിഫലം കൊടുത്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ വഴികൾക്കായി സ്തോത്രം 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 സ്തോത്രപ്പ. സ്വർഗമല്ല മക്കളെയും മാനിക്കണേ. വിജയമാർഗത്തിന് വഴി തുറന്നു കൊടുത്ത് സഹായിച്ചാട്ടപ്പ. കർത്താവ്, വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണയെ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യാദികളെ സ്വർഗത്തിലെ അപ്പച്ചൻ ക്രമീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരിക്കണേ അപ്പച്ച. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് മാനിക്കണമേ. ദൈവമായ കർത്താവേ, ഹാലലു. ഈ സമയം ഞങ്ങളുടെ ഹാലലു ഉപജീവനമാർഗം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മക്കൾക്കും ആമേൻ ആവശ്യമാർന്നെല്ലാം ഉയർത്തി ദാനമായി കൊടുക്കണമേ. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവേ. അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് ആവശ്യമറിഞ്ഞ് എൻ്റെ ദൈവം കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുമാറാകണം. ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ഹാലലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെ ദൈവമേ മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളുടെയും യാത്രകളിൽ കൂടെയിരിക്കണേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഓരോ മക്കളെയും വാഹനത്തിലും വഴിയിലും കൂടെ ഇരുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം അപ്പാ. അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്ന. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ലപ്പാ. ഓരോ മക്കളെയും അവിടുന്ന് എൻ്റെ അപ്പച്ചൻ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ് അപ്പച്ചൻ ഞങ്ങളുടെ ഭാരമുള്ള വിഷയം, കടഭാരമുള്ള മക്കളുടെ മേൽ കർത്താവെ ഹാലിലെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമൊഴിഞ്ഞവർ സ്വസ്ഥരാകണം. സ്വർഗ്ഗവരെ മാനിക്കണം. ദൈവമേ, ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നപ്പ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് തലചായ്പാൻ ഭവനമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം. എൻ്റെ കർത്താവെ, വാടക ഭവനമൊക്കെ ഒന്നൊഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ അവസരം നൽകണേ. കാലതാമസം കൂടാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലയിലെ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും സമാധാനത്തിൻ്റെയുമായി തീരട്ടെ. ഓരോ മക്കളെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. സ്തോത്രം കർത്താവെ. ഈ സമയം ഹാലലുയ കർത്താവെ, ഹാലലുയ കർത്താവെ. ദൈവമായ കർത്താവെ, നീറുന്ന ചില വേദനകളുടെ കൂടി നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയം, ആരോടും വെക്കാൻ പറ്റാത്ത വിഷയമാണ്. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവനാ. വ്യസനത്തിനുള്ള മാർഗം അവിടുന്ന് എടുത്തുമാറ്റി ശാശ്വതമായ മാർഗത്തിൽ തൻ്റെ മക്കളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ അത് തീർത്തു തരുവാൻ യഹോവയെ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. സ്വർഗ്ഗമിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഹാലലിയുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ളവർ, ഉദര സംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ദൈവമായ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹാലലുയ്യ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, കണ്ണിൻ്റെയും പല്ലിൻ്റെയും ചെവിയുടെയും ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, തുമ്മലിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ, ദൈവമായ കർത്താവെ, ഈ സമയം കൊളസ്ട്രോൾ ഉള്ളവരെ കർത്താവെ, ക്രിയാറ്റിനുള്ളവരെ, യൂറിക് ആസിഡുള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറുമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പൊന്നുകരം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവെ. സ്തോത്രം. ഹാലേലൂയ കർത്താവെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ടപ്പാ. നടക്കുവാൻ കഴിയാതെ വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ബ്ലീഡിങ്ങിനിൽ കൂടി പല ഭാരങ്ങൾ അനുഭവിച്ച ജീവിതങ്ങളുണ്ട്. വിടുതൽ കൊടുത്ത ജീവിതമുണ്ട്. വിടുതൽ ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരമൊന്ന് വയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വീണ്ടും ഹാലലിയ ചില ടെസ്റ്റുകൾക്കൊക്കെ വിധേയപ്പെടേണ്ട ജീവിതങ്ങളുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചനതൊക്കെയും ഏറ്റവും ശ്രേഷ്ഠകരമായി നടത്തി നോർമലായ ഒരു റിപ്പോർട്ടൊക്കെ തന്ന മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെ ഒരുക്കണമെന്ന് വഴിയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം. ഹാലലി. എല്ലാ രോഗത്തിനും നല്ല മരുന്നും വൈദ്യനും എൻ്റെ അപ്പന കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി. ഒരു തുള്ളി രക്തം മതി, അത് സർവ്വ രോഗത്തിനും സൗഖ്യമാകിയാൽ അവിടുത്തെ വിടുതൽ ഓരോ മക്കൾക്കും ഐക്യമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അങ്ങയുടെ പാദപടി ഇരുന്നവരാരും ഒരു നാളും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുന്ന ദൈവമല്ലല്ലോ. കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അമേൻ. കർത്താവേ, സമയം ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണം. ഹാലയിൽ യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കുമാറാകണം. എല്ലാ പകർച്ചബാധകളിൽ ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കുമാറാകണം. സ്വർഗീയ സമാധാനവും സന്തോഷവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു പറ്റം ജനത്തെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുമാറാകണം. പൂർവന്മാരുടെ നാളുകളിൽ അയച്ച ഉണർവിൻ്റെ കാറ്റിനെ ഈ നാളിൽ വീശുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു.
ഹാലേലൂയ കർത്താവ്. ഞങ്ങളുടെ ഭരണകൂടങ്ങളോട് മനസ്സറിയണമേ. ഹാലേലൂയ കർത്താവ്. സുവിശേഷ വേലക്കാരോടും മനസ്സറിയണമേ കർത്താവേ. എല്ലാ നല്ല ദാനങ്ങളും അനുഗ്രഹങ്ങളും അടിയങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.